വയനാട്ടിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയിലേക്ക് ഒരു ട്രക്കിംഗ് പോവുകയാണ്. വെറുതെ ട്രക്കിംഗ് മാത്രമല്ല, ട്രക്കിങ്ങിന്റെ അവസാനം ഒരിക്കലും പറ്റാത്ത ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഒരു തടാകം കൂടി കാണണം. ഹാർട്ട് ലേക്ക് എന്നറിയപ്പെടുന്ന ഹൃദയ തടാകം. ഇഴജന്തുക്കളുണ്ടാവും, കാണല്ലേ ഉണ്ടാവും. അതായത് തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് പുല്ലിന്റെ ഇടയിലൊക്കെ ചുണ്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ കാണൂല, അറിയാണ്ടേറ്റം പോയി ചവിട്ടി കഴിഞ്ഞാൽ സംഭവിച്ചു പോയാലോ വിചാരിച്ചിട്ടാണ്. ഏകദേശം 3 കിലോമീറ്റർ കാട്ടിലൂടെ ട്രക്ക് ചെയ്താലാണ് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കുക. 2100 മീറ്റർ ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. മാർച്ച് മാസമായിട്ട് കൂടി കുറേ നല്ല നല്ല കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റി. അഡ്വഞ്ചർ ഫീൽ തരുന്ന കോടയും നല്ല തണുത്ത കാറ്റും വീശുന്ന ചേമ്പ്ര പീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. രാവിലെ തന്നെ ഫോറസ്റ്റ് ഓഫീസിലെത്തി ഞാൻ ടിക്കറ്റ് എടുത്തു. ഈ കാണുന്ന ചെക്ക് പോയിന്റ് കടന്ന് വേണം മുന്നോട്ട് പോകാൻ. രാവിലെ തന്നെ ട്രക്ക് ചെയ്യാനുള്ള മൂഡിലാണ് ഗൈസ്. രാവിലെ ഒരു 7 മണിയോടെ ഞാനിവിടെ എത്തി. 7 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുക. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെർ പേഴ്സൺ 800 റുപ്പീസാണ് വരുന്നത്. മാത്രമല്ല ക്യാമറ ഉണ്ടെങ്കിൽ ഒരു 301 രൂപ അടയ്ക്കേണ്ടി വരും കേട്ടോ. തേയിലത്തോട്ടങ്ങൾ ആണ് ചുറ്റിനും. കണ്ടോ, ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ ആണ് നമുക്ക് നടക്കാനായിട്ട്. താഴെ ചേച്ചിമാർ തേയില നിന്ന് നുള്ളുന്നുണ്ട് കേട്ടോ. ഭയങ്കര ശബ്ദത്തിൽ, ഒരു ആവേശത്തിലാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. തേയില നുള്ളുന്ന കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം ഞാൻ അവിടെ നിന്നു. മാർച്ച് മാസമായതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. ട്രക്ക് നേരത്തെ തീർക്കണമെന്ന് കരുതി ഞാൻ മുന്നോട്ട് നടന്നു. ഇപ്പോൾ ഒരു കുഞ്ഞു കാടിനുള്ളിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. അതായത് ചുറ്റിനും മരങ്ങളാണ്. ഇത് കണ്ടോ, ആരുമില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. കരിയിലകളാണ് ചുറ്റും, കരിയിലകളൊക്കെ വീണ് കിടപ്പുണ്ട്. ചെക്ക് ചെയ്തോട്ടെ. ഒരു ബോട്ടിലുണ്ടല്ലേ, സ്റ്റീൽ ബോട്ടിൽ. പ്ലാസ്റ്റിക് ഒന്നുമില്ലല്ലോ? ഇല്ല. പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ വെള്ളം പോലും നമുക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമേ മുന്നോട്ട് പോകാൻ പറ്റൂ. വെള്ളം ഒരു സ്റ്റീൽ ബോട്ടിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ ട്രക്കിംഗ് എങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. ഏകദേശം 3 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ഇത് കയറ്റം കയറാൻ വേണ്ടിയിട്ട് കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമായി. നമുക്ക് കയറ് പിടിച്ച് ഇങ്ങനെ കയറാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഭയങ്കര സംഭവമല്ലാന്ന് തോന്നും. പക്ഷെ കയറുമ്പോൾ അങ്ങനെയല്ല ഗൈസ്. കയറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. മരച്ചില്ലകൾ അനങ്ങുന്നത് കണ്ടപ്പോഴാണ് ഞാൻ മുകളിലേക്ക് നോക്കിയത് കേട്ടോ. ഇത് കുരങ്ങന്മാരാട്ടോ. ഫാമിലിയായിട്ടുണ്ട്. മുകളിലോട്ട് കയറുന്ന സമയത്ത് ഓരോ പോയിന്റിലും ഗൈഡുണ്ട്. ഇപ്പോഴല്ല ശരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ശരിക്കുള്ള ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ മഴ സമയമൊക്കെ ഒന്ന് കഴിഞ്ഞ് നല്ല പച്ച പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു സമയത്താണ് വരേണ്ടത് കേട്ടോ. ട്രക്കിംഗ് നമ്മുടെ ഒരു വികാരമാണ് ഗൈസ്. ട്രക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സോ അതിനൊരു ധൈര്യവും ഹെൽത്തും ഒരു മനസ്സൊക്കെ വേണം ഗൈസ്. കണ്ടോ, നല്ല കുത്തനെയുള്ള കയറ്റമാണ്. മേഘങ്ങളുണ്ടോ, കൊളുക്കുമലയുടെ ഒരു ഫീലാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത്. മേഘങ്ങൾ, മല, സൂര്യനുണ്ട്. ഇതിയെ കാണുന്ന വഴി കൂടെയാണ് കേട്ടോ വന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ട് എത്തുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഹോൾട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹലോ ചേട്ടാ, പേരെന്താ? ജോബിനല്ലേ. രാവിലെ കയറിയോ ഇവിടെ? 7 മണിക്ക് വരല്ലേ? പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരുമ്പോൾ ദേവി അത് മാപ്പ് ഇട്ട് വരരുത്. ഞാൻ ഇവിടെ നമ്മുടെ കൽപ്പറ്റയാണ് സ്റ്റേ എടുത്തത്. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ടേക്ക് ഒരു 22-25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ
മാപ്പ് ഇട്ട് ഞാൻ നേരെ 900 കണ്ടിക്കാണ് പോയത്. മാപ്പ് തെറ്റാണ്, അപ്പോൾ മാപ്പ് നോക്കി വരരുത്. നിങ്ങൾ ചെമ്പ്ര വരുന്നുണ്ടെങ്കിൽ മേപ്പാടി വരിക. മേപ്പാടി വന്നിട്ട് ആരോടെങ്കിലും ചോദിക്കുക ചെമ്പ്ര പോകുന്ന വഴി ഏതാണെന്ന്, അവർ പറഞ്ഞു തരും. അല്ലാതെ മാപ്പ് ഇട്ട് പോകരുത്. എനിക്ക് പണി കിട്ടി, നിങ്ങൾക്കും പണി കിട്ടും. ഞാൻ എത്ര ശ്രദ്ധിച്ചാലും എനിക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ പണി കിട്ടും ഗൈസ്. മാത്രമല്ല അവിടെ ബോർഡൊന്നും നമുക്ക് രാവിലെയാണ് വരുന്നതെങ്കിൽ മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും വിസിബിൾ അല്ല. അപ്പോൾ ഞാൻ നേരെ മാപ്പ് നോക്കി നേരെ ഇങ്ങ് പോന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. അപ്പം നിങ്ങൾക്ക് അബദ്ധം പറ്റരുത് കേട്ടോ. ഇതുപോലുള്ള വഴികളൊക്കെ കാണാം കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് വഴികൾ. ഇത് അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. പിള്ളേർ കുഞ്ഞ് ഷെഡ് വ്യൂ കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. വേനൽക്കാലമാണ്, എന്നിട്ടും ഇത് വറ്റാതെ ഒഴുകുന്നുണ്ടോ. സീസൺ ടൈമിൽ വരുമ്പോൾ ഇത് നിറഞ്ഞൊഴുകുന്ന കാണാം. വാ, എന്താ തണുപ്പ്. ഗൈസ്, അപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചോ. ഇവിടെ നല്ല കിടിലം വെള്ളം കിട്ടും. അപ്പോൾ ഇപ്പോൾ കുറവാണെന്നേ ഉള്ളൂ, പക്ഷെ എന്നിട്ടും വറ്റാതെ ഒഴുകുന്നുണ്ട്. ഇതാണ് ആ ഒരു പോയിൻ്റ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ആ മലയാണോ ഈ മലയാണോ എങ്ങോട്ടേക്കാണ് എത്തുന്നതെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പതിയെ മുന്നോട്ട് നടക്കാം. ഗൈസ്, ആ കുത്തനുള്ള കയറ്റം തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളൊരു ഫ്ലാറ്റായിട്ടുള്ള ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇനിയുള്ള കയറ്റം ഭയങ്കര ടഫല്ല, അതായത് ഭയങ്കര കുത്തനെയുള്ളതല്ല, നമുക്ക് കയറാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയുള്ള ആ ഒരു കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക്കുള്ള കയറ്റം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് രാവിലെയൊക്കെ നമ്മൾ ഈ ഒന്നും കഴിക്കാതെ കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ മല നോക്കിയേ. പിന്നെ ഇവിടെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കണ്ടോ, അവിടെ കംപ്ലീറ്റ് ഒരു കുഴി പോലെ കിടക്കുകയാണ്. ഇത് കണ്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അവിടെ വെള്ളമാണെന്ന് തോന്നുന്നു. വെള്ളം ഉണ്ടായിരുന്നു കാണും. ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് അത് വറ്റി കിടക്കാമെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ്, പെട്ടെന്ന് കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെയും കോട ഇല്ലായിരുന്നു. ഇപ്പോൾ നോക്കിയേ, പെട്ടെന്ന് ഈ കോട ഇറങ്ങി. അയ്യോ, കോട ഇറങ്ങിയപ്പോൾ എന്താ ഫീലാണെന്നറിയോ. ഇതുവരെയും കോടയില്ലായിരുന്നു, പെട്ടെന്നാണ് കോട ഇറങ്ങി കേട്ടോ. അടിപൊളി കേട്ടോ. നമുക്കിന്നലെ മുകളിലോട്ട് കയറാം. കോട വേണം ഗൈസ്, കോട ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. നല്ല കാറ്റും വേണം, എന്നാൽ നമ്മൾ കയറുന്നത് അറിയത്തില്ല. നമ്മുടെ അടുത്ത ഗൈഡ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ചേട്ടാ, അവിടെ വെള്ളമായിരുന്നു? മഴക്കാലത്ത് മാത്രമല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അവിടെ വെള്ളമാണ്. മഴക്കാലത്ത് അതിങ്ങനെ നിറയും കേട്ടോ. ഇപ്പം വറ്റിക്കിടക്കുകയാണ്. ഇനി ഒരുപാടുണ്ടോ പോകാൻ? ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ? ആന ഉണ്ടല്ലേ? ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ വരുമോ? വരുമോ? ആ ഹാ ഹാ. നിങ്ങൾക്ക് വൈകിട്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ? തിരിച്ച് ഇറങ്ങുമല്ലേ? എനിക്ക് തോന്നുന്നു അവസാനത്തെ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഇത് എവിടെ കാണാം. അപ്പോൾ ഇനി ചെക്ക് പോസ്റ്റ് ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഫൈനലി നമ്മളിതാ നമ്മുടെ ഹാർട്ട് ലേക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ലേക്ക് കണ്ട. കോട കൊണ്ട് മൂടിയിട്ടുണ്ട്. പിന്നെ
പിന്നെ മഴക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ ഗൈസ് അട്ട കാണും കേട്ടോ, അട്ടശല്യം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ എന്തായാലും നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് അട്ടയുടെ ശല്യമൊന്നുമില്ല. അല്ലാത്ത പക്ഷം നല്ല അട്ട കാണും. അപ്പോൾ സാനിറ്റൈസറൊക്കെ കൊണ്ടുവേണം വരാനായിട്ട്. ഇപ്പോൾ ഒന്നുമില്ല ഗൈസ്. ഇഴജന്തുക്കളുണ്ട്. ആ ശരി ശരി. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 1400 സംതിങ് മീറ്റർ ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. എത്ര കടും ചൂടായാലും ശരി പറ്റിപ്പോകത്തില്ല. ഫ്രൈ ആയിട്ട് പ്രത്യേകത. നമുക്ക് ടോപ്പിലോട്ട് എന്തായാലും പോകാൻ പറ്റില്ല. ടോപ്പിലോട്ട് അലോഡ് ഇല്ല. 2012-13 ആ സമയത്ത് മാത്രമാണ് ടോപ്പിലോട്ടുള്ള അലോഡ് ഉണ്ടായത്. ഓ ശരി ശരി. റിസർച്ചിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം അതിന്റെ മേലെ കയറുള്ളൂ. ഒരു അപൂർവനം പക്ഷിയൊക്കെ ഉണ്ട്, ബാണാസുര ചിലപ്പൻ എന്ന് പറയും. ഓ റയർ ആയിട്ടുള്ള ബേഡ്സുകളാണ്. അപൂർവനം ചെടികളുണ്ട്, പുല്ലുകള്, അങ്ങനെ പല റിസർച്ചിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ അതിന്റെ മുകളിലേക്ക് അലോഡ് ഉള്ളൂ. 2100 മീറ്റർ ആണ് സീ ലെവൽ, ഏറ്റവും ടോപ്പാണ് അത്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഇഴജന്തുക്കൾ സീരിയസ് ആയിട്ട് ഉണ്ട്. ഇഴജന്തുക്കൾ ഉണ്ടാവും, കാണല്ലേ ഉണ്ടാവും. അതായത് തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് പുറ്റിന്റെ ഇടയിലൊക്കെ ചുണ്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോ ഇതൊന്നും കാണൂല, അറിയാണ്ടേറ്റം പോയി ചവിട്ടി കഴിഞ്ഞാൽ സംഭവിച്ചു പോയാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശ്രീത് എന്ന് പറയുന്ന ചേട്ടനാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. പുള്ളി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. ആക്ച്വലി ഇത് ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം 2100 അല്ല കേട്ടോ, 1400 സംതിങ് ആണ് ഈ ഒരു ഹൈറ്റ് വരുന്നത്. പിന്നെ ഇവിടെ നിന്നിട്ട് എല്ലാം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരാപ്പുഴ ഡാം, അതുപോലെ എടക്കൽ കേവ്, ബാണാസുര ഡാം, അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ്. എന്നൂര് ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ചെമ്പ്ര ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഹൃദയ തടാകവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വയനാട് വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഒരു രാവിലെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു 11-12 മണിയോടെ നിങ്ങൾക്ക് തിരിച്ച് പോകാൻ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളും കാണാൻ നിങ്ങൾക്ക് പറ്റും. ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ചെമ്പ്ര എന്ന് പറയുന്നത്. വയനാടിൻ്റെ മറ്റൊരു സ്ഥലമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.